ഈ വിശുദ്ധ കുർബാന രണ്ട് ലോകങ്ങളിലും നിരപ്പിനും സമാധാനത്തിനും അണയ്ക്കുന്നു. പച്ച നുണ എന്ന് പറഞ്ഞാൽ പച്ച നുണ. അപ്പൊ ഏറ്റവും വലിയ നുണ പറയുന്ന ആളുകൾ കേരളത്തിലെ മലങ്കര സുറിയാനി സഭയിലെ പട്ടക്കാരും മേൽപ്പട്ടക്കാരുമാണ്. അവർ നടത്തുന്നത് ജനങ്ങളെയും പൊതുസമൂഹത്തെയും കർത്താവിനെയും വിശുദ്ധ ദൂതന്മാരെയും ആത്മമണ്ഡലത്തെ മുഴുവനെയും തന്നെയും വഞ്ചിക്കുന്ന ഒരു പരിപാടിയാണ്. ഈ നോമ്പിലെങ്കിലും നിങ്ങൾ മാനസാന്തരപ്പെടണം. കാരണം ഇത് വിശുദ്ധമാണെന്നും ദൈവികമാണെന്നും ഞാൻ 100% വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പെന്തക്കോസ്ത് പാഷണ്ഡത വിട്ട് സുറിയാനി സഭയുടെ പിതാക്കന്മാർ പകർന്നു തന്ന സത്യവിശ്വാസത്തെ പുലുകുവാൻ തീരുമാനിച്ചത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതിന്റെ കസ്റ്റോഡിയന്മാര് അതിൽ വിശ്വസിക്കുന്നില്ല. ഒറ്റ കുർബാന കർത്താവ് പറഞ്ഞ സ്റ്റാൻഡേർഡിൽ കർത്താവിന്റെ റിക്വയർമെന്റിൽ അർപ്പിക്കാമെങ്കിൽ വലിയ അത്ഭുതങ്ങൾ നടക്കും. അപ്പോ ലവ് യുണൈറ്റ്സ്, സ്നേഹം ഒന്നിപ്പിക്കും, നിയമം ഭിന്നിപ്പിക്കും. അപ്പൊ ഇന്ന് അനേക അൾത്താരകളിൽ പരിശുദ്ധാത്മാവ് വരുന്നു എന്ന് അവകാശപ്പെടുന്നുണ്ട്. പരിശുദ്ധാത്മാവ് വരുന്നു, ഇത് കർത്താവ് ഈശോ മിശിഹായുടെ ശരീരവും രക്തവുമായി തീരുന്നു എന്ന് അവകാശപ്പെടുന്നുണ്ട്. അവരെല്ലാം വഴക്കിലും ഭിന്നതയിലും തർക്കത്തിലും ഒക്കെയാണ്. അവിടെയൊന്നും പരിശുദ്ധ റൂഹ വരില്ല, വന്നിട്ടില്ല, വരുന്നുമില്ല. അതൊന്നും കർത്താവായ യേശുവിന്റെ ശരീരരക്തങ്ങളായി മാറുന്നുമില്ല. വെറും വണ്ണും രസനായും പെന്തക്കോസ്തുകാർ കഴിക്കുന്ന പോലെ മാത്രമേ ഉള്ളൂ. യു ക്യാൻ കൗണ്ട് ഓൺ മീ. പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. അതുകൊണ്ടാണ് യേശു തമ്പുരാൻ പറഞ്ഞത്, നീ ബലിയർപ്പിക്കാൻ വരുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും ഇടർച്ചയുണ്ടെന്ന് നിനക്കൊരു തോന്നൽ എങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. നമ്മുടെ കർത്താവായ യേശു മിശിഹ മനുഷ്യകുലത്തിൽ ജനിച്ചവരിൽ ഏറ്റവും കൃത്യമായി സംസാരിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് വാക്കിൽ കൊടുക്കാൻ പറ്റില്ല. കർത്താവ് പറഞ്ഞത്, നീ ബലിയർപ്പിക്കാൻ വരുമ്പോൾ നിനക്ക് സഹോദരനോട് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നീ പോയി അതൊന്ന് സോൾവ് ചെയ്യണം എന്നല്ല പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ പറയും, കർത്താവ് എനിക്കൊരു പ്രശ്നമില്ല, അയ്യോ എനിക്ക് എല്ലാവരോടും സ്നേഹമാണ്, എൻ്റെ ഉള്ളിൽ ഒരു പ്രോബ്ലവും ആരുമായിട്ടുമില്ല, ഞാൻ വളരെ ക്ലീനാണ്, ഞാൻ വളരെ നീറ്റാണ്, നിനക്കെന്നെ അറിയാമല്ലോ, ഇതേ നോക്ക്, ഞാനിതാ നിൽക്കുന്നു. കർത്താവ് എത്രയോ ബുദ്ധിമാനാണ്, നിന്നേക്കാൾ ബുദ്ധിമാനാണ്. കർത്താവ് പറഞ്ഞത്, നീ ബലിയർപ്പിക്കാൻ വരുമ്പോൾ നിനക്ക് പ്രശ്നമൊന്നുമില്ലെന്ന് എനിക്കറിയാം, നീ അല്ലെങ്കിലും പണ്ടേ ഡീസന്റ് അല്ലേടാ. കർത്താവ് പറയും, അവന് നിന്നോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്റെ കർത്താവ് മുഴുവൻ അസൂയക്കാരാ, ശത്രുക്കളാ ചുറ്റും. ആണല്ലോ, യു ആർ നോട്ട് എലിജിബിൾ ടു ഓഫർ ദി സാക്രിഫൈസ്. ഗെറ്റ് ഔട്ട്. ഇതെങ്ങനെ നിങ്ങളുടെ വിശുദ്ധ കുർബാന കർത്താവിന്റെ ശരീരരക്തമായി തീരും? നിങ്ങൾ അഭിനയിക്കുകയാണ്, നിങ്ങൾ ആളുകളെ വഞ്ചിക്കുകയാണ്. നിങ്ങൾ സ്വയം ചിന്തിക്കുകയാണ് ഇതൊക്കെ കർത്താവിന്റെ ശരീരരക്തങ്ങളാകുന്നു. ആവില്ല. കർത്താവിനെ അങ്ങനെ കളിപ്പിക്കാനൊന്നും പറ്റത്തില്ല. കർത്താവ് കൃത്യമായി പറഞ്ഞു, നീ ബലി അർപ്പിക്കാൻ വരുന്നു എങ്കിൽ അപ്പൊ ഈ ബലിയർപ്പണത്തിന് വരുമ്പോ അതിനൊരു റിക്വയർമെന്റ് കർത്താവ് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്താണ് ബലിയർപ്പിക്കേണ്ട എന്റെ റിക്വയർമെന്റ്? ബലി സ്വീകാര്യമാകുന്ന എങ്ങനെയാണ്? ഒരാൾ ചോദിച്ചിരിക്കുന്ന വാക്യം ചോദിച്ചിരിക്കുന്നു. ഇറ്റ് ഈസ് ഓഫ് ഫെമിലിയർ, അതുകൊണ്ടാണ് ഞാൻ വാക്യം എടുക്കാൻ. ഞാനിപ്പോ വാക്യം തരാം. ആകയാൽ where did he say in Bible? Somebody ask in the comment box. ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ, സഹോദരന് നിന്റെ നേരെ എന്നല്ല, സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുമ്പിൽ വെച്ചേച്ച്
ഒന്നാമത് ചെന്ന് നിന്റെ സഹോദരനോട് നിരന്നുകൊള്ളുക. ഫസ്റ്റ് പ്രയോറിറ്റി നിരപ്പാണ്. വേറെ ഇതുണ്ടോ, ഈ ടൈസൺ എന്നുള്ള ആള് ചോദിച്ചോണ്ടാണ് ഈ വാക്ക് എടുക്കുന്നത് കേട്ടോ. അപ്പോ പിന്നെ ഒന്നാമത് നിന്റെ സഹോദരനോട് ചെന്ന് നിരന്നുകൊള്ളുക. അപ്പൊ ഫസ്റ്റ് പ്രയോറിറ്റി എന്താണ്? നിരപ്പാവുക എന്നുള്ളതാണ്. അപ്പോ ഈ വിശുദ്ധ കുർബാന രണ്ടു ലോകങ്ങളിലും നിരപ്പിനും സമാധാനത്തിനും അണയ്ക്കുന്നു. ഈ വിശുദ്ധ കുർബാന രണ്ടു ലോകങ്ങളിലും നിരപ്പിനും സമാധാനത്തിനും അണയ്ക്കുന്നു. പച്ച നുണ എന്ന് പറഞ്ഞാൽ പച്ച നുണ. അപ്പൊ ഏറ്റവും വലിയ നുണ പറയുന്ന ആളുകൾ കേരളത്തിലെ മലങ്കര സുറിയാനി സഭയിലെ പട്ടക്കാരും മേൽപ്പട്ടക്കാരുമാണ്. അവർ നടത്തുന്നത് ജനങ്ങളെയും പൊതുസമൂഹത്തെയും കർത്താവിനെയും വിശുദ്ധ ദൂതന്മാരെയും ആത്മമണ്ഡലത്തെ മുഴുവനെയും തന്നെയും വഞ്ചിക്കുന്ന ഒരു പരിപാടിയാണ്. ഈ നോമ്പിലെങ്കിലും നിങ്ങൾ മാനസാന്തരപ്പെടണം. കാരണം ഇത് വിശുദ്ധമാണെന്നും ദൈവികമാണെന്നും ഞാൻ 100% വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പെന്തക്കോസ്ത് പാഷണ്ഡത വിട്ട് സുറിയാനി സഭയുടെ പിതാക്കന്മാർ പകർന്നു തന്ന സത്യവിശ്വാസത്തെ പുൽകുവാൻ തീരുമാനിച്ചത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതിന്റെ കസ്റ്റോഡിയന്മാര് അതിൽ വിശ്വസിക്കുന്നില്ല. നിങ്ങളത് വിശ്വസിക്കാത്തത് കൊണ്ടും വിശ്വസിക്കാതെ നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ടും നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങളുടെ വിശ്വാസി സമൂഹത്തിന്റെ മൊറാല് തകർത്ത് കളയുകയാണ്. അവർക്ക് പ്രവർത്തിക്കുവാനുള്ള ആത്മവീര്യം നഷ്ടപ്പെടുകയാണ്. അവരും കപടന്മാരും ആത്മവഞ്ചകരും ഭോഷ്ക് വിശ്വസിക്കുന്നവരും ഒക്കെയായി മാറുകയാണ്. ഒറ്റ കുർബാന കർത്താവ് പറഞ്ഞ സ്റ്റാൻഡേർഡിൽ കർത്താവിന്റെ റിക്വയർമെന്റിൽ അർപ്പിക്കാമെങ്കിൽ വലിയ അത്ഭുതങ്ങൾ നടക്കും. നിങ്ങൾക്കറിയാവോ, ഈ കർത്താവ് ഈശോമിശിഹായുടെ ശരീര രക്തങ്ങൾ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ അത്ഭുതമാണ്. കർത്താവിന്റെ ശരീര രക്തം അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു അത്ഭുതമുണ്ട്. അത് നിങ്ങളിൽ വരുത്തുവാൻ പോകുന്ന ശാരീരികവും മാനസികവും ആത്മീകവുമായിട്ട് ഉള്ള പരിവർത്തനം എത്ര അതിശയകരമായിരിക്കും. മനോഹരമായ മണിനാദങ്ങളും ഭംഗിയേറിയ വിരിക്കൂട്ടുകളും ഹൃദ്യമായ സുഗന്ധ ധൂപങ്ങളും ശ്രവണ സുന്ദരമായ ഗീതാലാപനങ്ങളും കൊണ്ട് മുഖരിതമാകുന്ന പള്ളി അന്തരീക്ഷത്തിൽ മാജിക്ക് പോലെ ഈ അപ്പവീഞ്ഞുകൾ ശരീര രക്തങ്ങളാകും എന്ന് ചിന്തിക്കുന്നത് മൂഢതയാണ്. ഇതെന്നെ കൂടോത്രമാണോ മന്ത്രവാദമാണോ? ഇനി മന്ത്രവാദമാണെ പോലും വർക്കാവത്തില്ല.